സ്പീക്ക് ഹിന്ദി വിത്ത് ഇബ്രാഹിം എന്ന സ്പോക്കൻ ഹിന്ദി ക്ലാസ് सीरीज़ 40ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം। स्पीक हिंदी विद इब्राहिम नाम के स्पोकन हिंदी क्लास सीरीज के 40वें क्लास में इस ब्लॉग को एक बार भी स्वागत है। अस्सलाम वालेकुम, नमस्कार। कैसे आप लोग? मैं तो ठीक हूँ, मेरा उम्मीद है आप सब लोग भी ठीक होंगे। അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ വന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ 35ാമത്തെ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെയാണ്। അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് അമ്മയുടെ മകനും കടക്കാരനും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൻ്റെ അവസാന ഭാഗം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്। കടക്കാരൻ മകനോട് ചോദിക്കുകയാണ് ആപ്പ് ഇതർ നെയ്തേ, താങ്കൾ ഇവിടെ ഇല്ലായിരുന്നോ? കടയുടെ മുന്നിൽ വെച്ച്, അതായത് അയാൾ വണ്ടി കടയുടെ വേഗത്തിൽ പാർക്ക് ചെയ്ത് എങ്ങനെ നടന്നു വന്നു, ഇയാൾ കടക്കാരനുമായിട്ടുള്ള സംസാരങ്ങളായിരുന്നു। അതിലവസാനമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചത് കടക്കാരൻ അയാളോട് ചോദിക്കുകയാണ് ആപ്പ് ഇതർ നെയ്തേ, താങ്കൾ ഇവിടെ ഇല്ലായിരുന്നോ? ആപ്പ് ഇതർ നെയ്തേ, താങ്കൾ ഇവിടെ ഇല്ലായിരുന്നോ? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇയാൾ പറയുകയാണ്, അമ്മയുടെ മകൻ പറയുകയാണ് 2 साल से मैं इधर नहीं था। 2 साल से 2 വർഷമായിട്ട്, 2 साल സാൽ എന്ന് പറഞ്ഞാൽ വർഷം, 2 साल से 2 വർഷമായിട്ട് मैं इधर नहीं था, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു। 2 साल से मैं इधर नहीं था, 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു। पढ़ाई के लिए विदेश चला गया था, പഠിത്തത്തിന് വേണ്ടി, पढ़ाई करने के लिए പഠിക്കാൻ വേണ്ടി मैं विदेश चला गया था, വിദേശത്തേക്ക് പോയതായിരുന്നു। വിദേശം എന്ന് പറഞ്ഞാൽ വിദേശം, അബ്രോഡ് എന്നുള്ളതാണ് വിദേശം, ഫോറിൻ കൺട്രി എന്നുള്ളതിന് വിദേശ രാജ്യം, വിദേശ് മിൽക്ക് എന്നൊക്കെ പറയുന്നത്। അപ്പോൾ വിദേശ് അല്ലെങ്കിൽ പരദേശ്। 2 साल से मैं इधर नहीं था, 2 വർഷമായിട്ട് ഞാൻ ഇവിടെയില്ലായിരുന്നു। पढ़ाई करने के लिए പഠിക്കാൻ വേണ്ടി, പഠിത്തത്തിന് വേണ്ടി ഞാൻ വിദേശ് ചലാ ഗയാ താ, വിദേശത്തേക്ക് പോയതായിരുന്നു, അല്ലെങ്കിൽ പരദേശ് ചലാ ഗയാ താ, വിദേശത്തേക്ക് പോയതായിരുന്നു, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു। 2 साल के लिए मैं इधर नहीं था, I wasn't here for 2 years, അല്ലെങ്കിൽ I haven't been here for 2 years, 2 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു। 2 साल के लिए അല്ലെങ്കിൽ 2 साल से അല്ലെങ്കിൽ 2 साल के लिए എന്നും പറയാം। 2 साल से 2 വർഷമായിട്ട് मैं इधर नहीं था, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു। पढ़ाई करने के लिए പഠിക്കാൻ വേണ്ടി, പഠിത്തത്തിന് വേണ്ടി मैं विदेश चला गया था, വിദേശത്തേക്ക് പോയതായിരുന്നു, അല്ലെങ്കിൽ मैं परदेश चला गया था, വിദേശത്തേക്ക് പോയതായിരുന്നു। इसलिए मुझे नहीं देखता, इसलिए मुझे नहीं देखता, അതുകൊണ്ടാണ് എന്നെ കാണാതെ। इसलिए मुझे दिखाई नहीं देते, इसलिए मुझे नहीं दिखाई देते, അതുകൊണ്ടാണ് എന്നെ കാണാതെ। इसलिए मुझे नहीं देखते, അതുകൊണ്ടാണ് എന്നെ കാണാതെ। इसलिए मुझे नहीं दिखाई देते, അതുകൊണ്ടാണ് എന്നെ കാണാതെ, അല്ലെങ്കിൽ इसलिए मुझे देख नहीं पाते, അതുകൊണ്ടാണ് എന്നെ കാണാൻ സാധിക്കാത്തത്। इसलिए അതുകൊണ്ട്, उसलिए അതുകൊണ്ട്, किसलिए ഏതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട്, इसलिए ഇതുകൊണ്ട്, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ ഓർമ്മിക്കുകയാണ് മാത്രം। ഇസ്ലിയെ ഇതുകൊണ്ട്, ഉസ്ലിയെ അതുകൊണ്ട്, കിസ്ലിയെ ഏതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമുണ്ട്। ക്യോം എന്നുള്ള അർത്ഥമാണ്, ക്യോം എന്നുള്ള അർത്ഥമാണ് കിസ്ലിയെ എന്തുകൊണ്ട്, കിസ്ലിയെ എന്തുകൊണ്ട്, കിസ്ലിയെ ഏതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ। അപ്പോൾ ഇസ്ലിയെ ഇതുകൊണ്ടാണ് മുझे देख नहीं पाते, കാണാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ देख नहीं देखते കാണാതെ, അല്ലെങ്കിൽ नहीं दिखाई देते കാണപ്പെടാതെ, കാണാത്തത്। അപ്പോൾ ഇവിടെ इसलिए मुझे देख नहीं पाते എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാൻ സാധിക്കാതെ। പാന എന്ന് പറയുമ്പോൾ അതിന് കിട്ടുക എന്നുള്ള അർത്ഥമുണ്ട്, സാധിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ കണ്ടുമുട്ടുക, കാണുക എന്നുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പാന എന്ന് ഉപയോഗിക്കണം। ഉസ്സനെയും പാത്തെ, അദ്ദേഹത്തെ കണ്ടില്ല, അല്ലെങ്കിൽ മുझे कुछ नहीं पाया, എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല। ആജ് തക്, ഇന്ന് വരെ ഈ സർക്കാരിൽ മുझे कुछ नहीं पाया, എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം। അല്ലെങ്കിൽ മുझे कुछ नहीं मिला എന്നുള്ള അർത്ഥത്തിലാണ്। വഹാം സെ മുझे कुछ नहीं मिला, അവിടുന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ വഹാം സെ कुछ नहीं पाया എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ള അർത്ഥത്തിൽ പറയാം। വഹാം അവിടെ कुछ नहीं पाया ഒന്നും കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ മുझे कुछ नहीं पाया എനിക്ക് ഒന്നും കിട്ടിയില്ല। मुझे कुछ नहीं पाया എനിക്കൊന്നും കിട്ടിയില്ല, मुझे कुछ नहीं पाया എനിക്കൊന്നും കിട്ടിയില്ല, मुझे कुछ नहीं मिला എന്നുള്ള അർത്ഥത്തിൽ मुझे कुछ नहीं पाया എനിക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ വഹാം कुछ नहीं पाया അവിടെ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ मुझे कुछ नहीं पाया എനിക്കൊന്നും മനസ്സിലായില്ല, ആ അർത്ഥത്തിലും പറയും मुझे कुछ नहीं पाया എനിക്കൊന്നും മനസ്സിലായില്ല। അപ്പോൾ പാന എന്നുള്ള വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളാണ് ഉള്ളത്। പാന കിട്ടുക, കാണുക, സാധിക്കുക। मुझे देख नहीं पाते എനിക്ക് കാണാൻ കഴിയുന്നില്ല, मुझे सुन नहीं पाते എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, मुझे सोने नहीं पाते എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, मुझे सोने नहीं पाते എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല। സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ഉറക്കം എന്നാണ് സോന। സോന എന്നുള്ളതിന് സ്വർണം എന്നുള്ള അർത്ഥം കൊണ്ടിട്ടോ, സോന എന്ന് പറഞ്ഞാൽ
സ്വർണം എന്നുള്ള അർത്ഥമുണ്ട്, ഉറങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. സോന ഉറങ്ങുക. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം, സോന ഉറങ്ങുക. നീന്ത് കർണ എന്ന് പറയും, സോന ഉറങ്ങുക. സോന എന്നുള്ള സ്വർണം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ മുझे സോന नहीं बात എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, മുझे सोचना नहीं बात എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, मुझे देख नहीं बात എനിക്ക് കാണാൻ കഴിയുന്നില്ല, मुझे पढ़ नहीं बात എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, मुझे काम कर नहीं बात എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഉസേ വോ കാം കർ नहीं बात ഉസേ വോ കാം കർ नहीं बात അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഉസേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഉൻകോ അദ്ദേഹത്തിന് വഹ് കാം ആ ജോലി കർ नहीं बात ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ സാധിക്കുക, കിട്ടുക എന്നുള്ള അർത്ഥത്തിലൊക്കെ, കാണുക എന്നുള്ള അർത്ഥത്തിലൊക്കെ പാന എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസ്ലിയെ മുझे देख नहीं बात അതുകൊണ്ടാണ് എന്നെ ഇവിടെ കാണാത്തത്. ഇസ്ലിയെ അതുകൊണ്ടാണ് മുझे എന്നെ യഹാം ഇവിടെ देख नहीं बात കാണാത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ മറന്നുപോയതാണ്. ഒരു ആൾ ചോദിച്ചിരുന്നു കർണ എന്നുള്ള ആ ഒരു പദം ഏതെല്ലാം വാക്കിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരാൾ മെസ്സേജിൽ ചോദിച്ചിരുന്നു. കർണ എന്നുള്ള പദം ഏതെല്ലാം വാക്കിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മെസ്സേജിൽ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്നാൽ, പക്ഷെ അതിന് മറുപടി ഒന്നും എഴുതി വിട്ടിട്ടില്ല, കാരണം പല കാരണങ്ങൾ കൊണ്ട് മറന്നുപോയതാണ്, സോറി. അപ്പോൾ ഒരു ഏതെങ്കിലും ക്ലാസ്സിൽ പറയുക എന്ന് കരുതിയതാണ്. കർണ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ന എന്നുള്ള ആ ഒരു അക്ഷരം ഇല്ലാത്ത പദങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ജാന, ആന, സോന, കാന, ബൈട്ന ഇങ്ങനെയുള്ള ആ ഒരു ന എന്നുള്ള പദം നമ്മൾ ആ ഒരു അക്ഷരം ഉപയോഗിക്കാതെ നമ്മൾ പല പദങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് കാം എന്നുള്ള ഇതിൻ്റെ കൂടെ ന എന്ന പദം ഉപയോഗിക്കുന്നില്ല. കാം എന്നാണ് ജോലി എന്നുള്ളതാണ്, അതായത് ആ ഒരു മൂലപദം, അത് ക്രിയാധാതു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ കാം അവിടെ അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ കർണ എന്ന പദം ചേർത്താണ് പറയുക. കാം എന്നുള്ള പദത്തിൻ്റെ കൂടെ കാം കർണ, അവിടെ ന വന്നു, കാം കർണ ജോലി ചെയ്യുക. അതുപോലെ തന്നെ വാദ കർണ, അവിടെ വാദ എന്നുള്ള പദത്തിൻ്റെ കൂടെ ന എന്നുള്ള പദമില്ല. അപ്പോൾ വാദ കർണ എന്താണ്, വാക്ക് കൊടുക്കുക. വാദ കർണ എന്നാണ് വാക്ക് കൊടുക്കുക, പ്രോമിസ് ചെയ്യുക, വാദ കർണ. അതുപോലെ തന്നെ ഫൈസല കർണ, ഫൈസല എന്നുള്ള വാക്കില്ല, അവിടെ ഫൈസല എന്നാണ്. ഫൈസല എന്നുള്ള ന ഇല്ല, അതുകൊണ്ട് തന്നെ ഫൈസല കർണ. ഫൈസല കർണ തീരുമാനിക്കുക. അതുപോലെ തന്നെ ആകെ കർണ, ആകെ എന്നുള്ള മുമ്പിലാണ്, അവിടെ ന എന്നുള്ള പദം ഒരക്ഷരാമിലെ കൂടത്തിലില്ല, ആകെ. അപ്പോൾ ആകെ കർണ മുമ്പോട്ട് ആക്കുക, പീച്ചെ കർണ ബേക്കിലേക്ക് ആക്കുക, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായി പറയാൻ സോറി എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയാം. ഒരു കർണ എന്നുള്ളത് പ്രത്യേക നിയമം ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല, നിയമമുണ്ടോ എന്നും അറിയില്ല, എന്തൊക്കെയാണ് നിയമം അങ്ങനെയും അറിയില്ല. പക്ഷെ എങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്നാണ് പറഞ്ഞത്, ഇസ്ലിയെ മുझे देख नहीं बात അതുകൊണ്ടാണ് എന്നെ കാണാൻ പറ്റാത്തത്, കാണാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ കാണപ്പെടുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. കാണുക, കാണപ്പെടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആജ്കൽ ഈയിടെ, ആജ്കൽ എന്ന് പറഞ്ഞാൽ ഈയിടെ, അവിടെ ആജ്കൽ ഹമാരാ ദേശം നമ്മുടെ നാട്ടിൽ, ഹമാരാ ദേശം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നുള്ളതുകൊണ്ട് നാട് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ആജ്കൽ ഈയിടെ ഹമാരാ ദേശം നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഹമാരാ ഇതർ നമ്മളെ ഇവിടെ അന്യദേശവാസിയൊക്കെ മറ്റു നാട്ടുകാരെ പായാ ജാത്ത ഹെ കാണപ്പെടുന്നു, പായാ ജാന എന്നാണ് കാണപ്പെടുന്നത്. ഈയിടെ നമ്മുടെ നാട്ടിൽ അന്യദേശക്കാരെ ബഹുത് ജ്യാദ അധികം, ബഹുത് ജ്യാദ എന്നാൽ വളരെയധികം, അല്ലെങ്കിൽ ജ്യാദ പായാ ജാത്ത ഹെ കാണപ്പെടുന്നു, അവിടെ പായാ ജാന, അതായത് ആജ്കൽ ഹമാരാ ദേശ് മേ അന്യ ദേശവാസിയോ കോ ബഹുത് ജ്യാദ പായാ ജാത്ത ഹെ കാണപ്പെടുന്നു. ആജ്കൽ ഈയിടെ ഹമാരാ ദേശമേ നമ്മുടെ നാട്ടിൽ അന്യദേശവാസിയോക്കും മറ്റു ദേശക്കാരെ, അതായത് ബംഗാളികളെ, ആസാമികളൊക്കെ നമുക്ക് ഊഹിക്കാം. അന്യദേശവാസിയോക്കും മറ്റു ദേശക്കാരെ, മറ്റു നാട്ടുകാരെ ബഹുത് ജ്യാദ വളരെയധികം പായാ ജാത്ത ഹെ കാണപ്പെടുന്നു, പായാ ജാത്ത ഹെ കാണപ്പെടുന്നു. അവരെ അങ്ങനെയൊക്കെ പാന എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പായ എന്നുള്ളത് നൗണായിട്ട് വരുമ്പോൾ പായ എന്ന് പറഞ്ഞാൽ കാലി എന്നുള്ളതാണ്. പായ എന്ന് പറഞ്ഞാൽ കണങ്കാലിൻ്റെ, നമ്മൾ പഠിച്ചതാണ്, കണങ്കാലിൻ്റെ താഴെയുള്ള ഭാഗത്തിനാണ് പായ എന്ന് ഉപയോഗിക്കുന്നത്. പായ കാല് എന്നുള്ള പയർ എന്ന് ഉപയോഗിക്കും, പാവ് എന്ന് ഉപയോഗിക്കും. പാവ് എന്നുള്ളതിന് മറ്റു അർത്ഥങ്ങളുണ്ട്. കാല് എന്നുള്ളത്, അതായത് ക്വാർട്ടർ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷേ പാവ് എന്ന് പറഞ്ഞാൽ കാലിനും പാവ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പയർ എന്ന് പറഞ്ഞാൽ കാല് എന്ന് പറയും. പായ എന്ന് പറഞ്ഞാൽ കണങ്കാലിൻ്റെ ചുവടുള്ള ഭാഗത്തിന് പായ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പായ എന്നുള്ളത് അന്നോണായിട്ടുള്ളത്. ഇവിടെ പായ ജാത എന്നാൽ കാണപ്പെടുന്നു,
അവിടെ പാന എന്നുള്ള കാണുക, കാണപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പാന എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാണ് പാന എന്നുള്ളത്. അപ്പോൾ ഇസ്ലിയെ അതുകൊണ്ടാണ് മുജെ എന്നെ ഇതർ നെയ് പാത്തെ അല്ലെങ്കിൽ ദേഖ് നെയ് പാത്തെ കാണാൻ പറ്റാത്തത്. അപ്പോൾ കടക്കാരൻ പറയുകയാണ് മുജെ മാലൂം ഹെ സബ് കുച്ച്, മുജെ മാലൂം ഹെ സബ് കുച്ച്, എനിക്ക് എല്ലാം അറിയാം. മുജെ എനിക്ക് മാലൂം ഹെ സബ് കുച്ച്, എനിക്ക് എല്ലാം അറിയാം. മുജെ എനിക്ക് മാലൂം അല്ലെങ്കിൽ മുജെ സബ് കുച്ച് മാലൂം ഹെ, എനിക്ക് എല്ലാം അറിയാം. അല്ലെങ്കിൽ മുജെ സബ് കുച്ച് പതാ ഹെ, എനിക്ക് എല്ലാം അറിയാം. മാംനെ സാരാ മുജ്സെ ബതായാതാ, മാംനെ അല്ലെങ്കിൽ അമ്മാനെ മുജ്സെ എന്നോട് സബ് കുച്ച് ബതായാതാ എല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ തേരി മാംനെ നിന്റെ അമ്മ, തേരി മാംനെ അല്ലെങ്കിൽ ആപ്കി മാംനെ എന്ന് പറയാം. അല്ലെങ്കിൽ തേരി മാംനെ, തേരി എന്ന് പറഞ്ഞാൽ നിന്റെ, തേരി മാംനെ നിന്റെ അമ്മ അല്ലെങ്കിൽ മാംനെ അമ്മ, മുജ്സെ എന്നോട്, മുജ്സെ എന്നോട് സബ് കുച്ച് ബതായാതാ എല്ലാം ബതായാതാ പറഞ്ഞിരുന്നു. മാംനെ മുജ്സെ സബ് കുച്ച് ബതായാതാ, അമ്മ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ലേക്കിൻ ബൽക്കെ मैंने खाली पूछ लिया बस, मैंने ഞാൻ ഖാലി പൂച്ച് ലിയാ ബസ് വെറുതെ ചോദിച്ചതാണ്. ഖാലി എന്നാൽ വെറുതെ, ഖാലി പൂച്ച് ലിയാ ബസ് വെറുതെ ചോദിച്ചതാണ്. അല്ലെങ്കിൽ ഖാലി പൂച്ചാ ബസ്, പൂച്ച് ലിയ പൂച്ചാ ബസ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂച്ച് ലിയ എന്നുള്ള സാക്കറി ചോദിച്ചും പറയാം, അല്ലാതെയും പറയാം. അപ്പോൾ मैंने ഖാലി പൂച്ച് ലിയാ ബസ്, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ലെങ്കിൽ मैंने ഖാലി പൂച്ചാ ബസ്, ഞാൻ വെറുതെ ചോദിച്ചതാണ്. മുജെ സബ് കുച്ച് മാലൂം ഹെ, എനിക്ക് എല്ലാം അറിയാം. അല്ലെങ്കിൽ മുജെ സബ് കുച്ച് പതാ ഹെ, എനിക്ക് എല്ലാം അറിയാം. മാം റോസാന ഇദർ ആത്തെ ഹെ, അമ്മയുടെ സ്ഥിരം എന്നും വരാറുണ്ട്. മാം അമ്മ റോസാന, റോസാന എന്ന് പറഞ്ഞാൽ എന്നും, അല്ലെങ്കിൽ റോസ്, റോസാന എന്ന് പറഞ്ഞാൽ എന്നും, റോസ് എന്ന് പറഞ്ഞാൽ എന്നും, ഡെയിലി എന്നുള്ളത്. മാം റോസാന ഇതറാത്തെ, അമ്മ എന്നും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ മാം ഹർ ദിൻ ഇതറാത്തെ, ഹർ ദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. മാം ഹർ ദിൻ ഇതറാത്തെ, അമ്മ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ മാം ദൈനിക് ഇതറാത്തെ, ദൈനിക് എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ്, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, ദൈനിക് എന്ന് പറഞ്ഞാൽ ഡെയിലി. അപ്പം മാം ദൈനിക് ഇതറാത്തെ എന്നും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ നിയമിത് രൂപ സെ ഇതറാത്തെ എന്നും ഇവിടെ വരാം, സ്ഥിരമായി. നിയമിത് രൂപ സെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി. യഹാം ആത്തി ഹെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ മാം റോസാന ഇദർ ആത്തി ഹെ, അമ്മ എന്നും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ മാം റോസ് ഇദർ ആത്തി ഹെ, അമ്മ എന്നും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ മാം ഹർ ദിൻ ഇദർ ആത്തി ഹെ, അമ്മ എന്നും എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ മാം നിഷിദ് നിയമിത് രൂപ സെ ഇദർ ആത്തി ഹെ, അമ്മ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. അങ്ങനെ ദൈനിക ഇദർ ആത്തി ഹെ, ഡെയിലി ഇവിടെ വരാറുണ്ട്. ആ രീതിയിലൊക്കെ പറയാം. അപ്പോൾ അയാൾ പറയുകയാണ് മാം റോസാന ഇദർ ആത്തി ഹെ, അമ്മ എന്നും ഇവിടെ വരാറുണ്ട്. അപ്പോൾ മകൻ പറയാണ് മുജെ പതാ ഹെ, മുജെ പതാ ഹെ എനിക്കറിയാം. കി എന്നാൽ മാം അക്സർ ഇദർ ആത്തി ഹെ, മുജെ പതാ ഹെ എനിക്കറിയാം. മാം അമ്മ അക്സർ ഇദർ ആത്തി ഹെ, അക്സർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും, അല്ലെങ്കിൽ കൂടെ കൂടെ, ഇടയ്ക്കിടെ, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. അക്സർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്നുള്ളത്. അമ്മ അധികം ഇങ്ങടെ തന്നെയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ഇതരീ ആത്തി ഹെ, മുജെ പതാ ഹെ എനിക്കറിയാം, അല്ലെങ്കിൽ മുജെ മാലൂം ഹെ എനിക്കറിയാം. മാം അമ്മ അക്സർ ഇതരീ ആത്തി ഹെ ഇവിടെ തന്നെയാണ് വരാറുള്ളത് എന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. मुझे लगता है कि आज का क्लास का टाइम इधर खत्म हो गया. अगर मौका मिलेगा तो अगले क्लास में फिर भी मिलेंगे. तब तक धन्यवाद, शुक्रिया, खुदा हाफिज.